നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് ഞങ്ങളുടെ ഈവനിങ് സ്നാക്കാണ്. ഈവനിങ് സ്നാക്ക് എന്ന് വളരെ വെറൈറ്റി ആയിട്ടുള്ളൊരു ഈവനിങ് സ്നാക്കാണ്. അതായത് സ്പാനിഷ് ഓംലെറ്റ് അല്ലെങ്കിൽ സ്പാനിഷ് ടൗട്ടില്ല എന്നറിയപ്പെടുന്ന സാധനം. ഇത് സ്പെയിനിൻ്റെ ഒരു സ്പെഷ്യൽ ഡിഷാണ്, ട്രഡീഷണൽ ഡിഷാണ്. നമുക്ക് വളരെ ഈസി ആയിട്ട് നമ്മുടെ വീട്ടിൽ ഉണ്ടാക്കി എടുക്കാവുന്ന വളരെ ടേസ്റ്റിയാണ്. ഞാൻ ഈവനിങ് മക്കൾക്ക് ഉണ്ടാക്കി കൊടുക്കുന്ന സാധനമാണ്. ആദ്യം ഞാനൊരു പാൻ അടുപ്പത്തേക്ക് വെച്ചിട്ടുണ്ട്. ഐറ്റംസ് എല്ലാം ഞാൻ വെച്ചിട്ടുണ്ട്, ഇടുന്നതനുസരിച്ച് പറഞ്ഞിട്ടോ. വളരെ പെട്ടെന്ന് നമുക്ക് ഉണ്ടാക്കാം. ഒരു പാൻ അടുപ്പത്ത് വെച്ചിട്ട് അതിലൊരു 3 ടേബിൾ സ്പൂണോളം എണ്ണ ഞാൻ ഒഴിച്ചു കൊടുക്കാം. വെളിച്ചെണ്ണ ഒഴിക്കുന്നു കേട്ടോ. എണ്ണ ചൂടായി വരുമ്പോഴത്തേക്ക് ഞാനിതിൽ 2 മീഡിയം പൊട്ടറ്റോ ഉരുളക്കിഴങ്ങ് കേട്ടോ ഇട്ടിട്ട് ഒരു 3 മിനിറ്റ് ഒന്ന് സോഫ്റ്റ് ആകുന്നവരെ എണ്ണയിലൊന്ന് ഇളക്കി കൊടുക്കാം. പൊട്ടറ്റോ ഒരു 3 മിനിറ്റോളം വെന്തിട്ടുണ്ട്. അപ്പോഴത്തേക്ക് ഞാൻ 2 മീഡിയം സവാള, പൊട്ടറ്റോയുടെ അത്ര തന്നെ സവാള ഇടുന്നുണ്ട് കേട്ടോ. അതും ഇട്ടിട്ട് ഇതുപോലെ ഒരു 3 മിനിറ്റ്. എപ്പോഴും ഇടുന്ന പോലെ ഒരു 1/2 ടീസ്പൂണ് ഉപ്പും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. ഇതൊരു 3 മിനിറ്റ് നന്നായിട്ട് ഇളക്കി കൊടുക്കാം. അപ്പോൾ ഇപ്പോൾ സവാളയും ഒരു 3 മിനിറ്റോളം വെന്ത് നല്ല സോഫ്റ്റ് ആയിട്ടുണ്ട്. ഇനി നമുക്കിതിനെ ഒരു ലിഡ് കൊണ്ട് അടച്ചിട്ട് ഒരു മീഡിയം ഫ്ലെയിമിൽ ഒരു 7 മിനിറ്റ്, ഒരു 6-7 മിനിറ്റ് വേവിച്ചെടുക്കുക. നമ്മുടെ പൊട്ടാറ്റോ സവാള ഇപ്പോൾ ഒരു 7 മിനിറ്റോളം നന്നായിട്ട് വെന്തിട്ടുണ്ട് കേട്ടോ. ഇനി ഫ്ലെയിം ഓഫ് ചെയ്തിട്ട് ഞാനൊരു പാത്രത്തിലേക്ക് മാറ്റുകയാണേ. അപ്പോൾ മിക്സിന് നമ്മൾ പാത്രത്തിൽ നിന്ന് മാറ്റി തണുക്കാൻ വെച്ചിട്ടുണ്ട്. കുറച്ച് സമയം തണുക്കണം കേട്ടോ. അതേസമയം ഞാനൊരു 4 മുട്ട എടുത്തിട്ടുണ്ട്. അതിലേക്ക് പൊട്ടിച്ചൊഴിക്കുകയാണേ. ഈ 4 മുട്ടയിൽ ഞാൻ ഒരു 1/2 ടീസ്പൂൺ കുരുമുളക് പൊടി ഇടുന്നുണ്ട്. ഒരു 1/2 ടീസ്പൂൺ തന്നെ കണക്കാക്കി ഉപ്പ് ഇടുന്നുണ്ടേ. പിന്നെ ഞാൻ കുറച്ച് പുതിനയില ആഡ് ചെയ്യുന്നു. നിങ്ങൾക്ക് മല്ലിയില ഉണ്ടെങ്കിൽ മല്ലിയില ആഡ് ചെയ്താൽ മതി. എനിക്കിപ്പോൾ പുതിനയേ ഉള്ളൂ കേട്ടോ. അങ്ങോട്ട് ആഡ് ചെയ്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്യണം. പക്ഷെ മുട്ട നമ്മൾ നന്നായിട്ട് ബീറ്റ് ചെയ്തിരിക്കുകയാണ്. ഉപ്പിടുമ്പോൾ ശ്രദ്ധിക്കുക കേട്ടോ. നമ്മൾ ഇതിൽ നേരത്തെ കുറച്ച് ഉപ്പിട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇതും കൂടി നല്ലോണം നോക്കുകയാണ് ഇടാൻ. ഇനി ഈ മിക്സിനെ നമ്മൾ ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുക. നേരത്തെ നമ്മൾ ഉരുളക്കിഴങ്ങിൻ്റെ മിക്സ് ഉണ്ടാക്കി വെച്ചില്ലേ, അതിലേക്ക് ഒഴിച്ചു കൊടുക്കുക. പിന്നെ നന്നായിട്ട് യോജിപ്പിക്കാം. അപ്പോൾ നമ്മൾ സ്പാനിഷ് ഓംലെറ്റിനുള്ള മിക്സ് റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കിത് എങ്ങനെ ഉണ്ടാക്കണമെന്ന് നോക്കാം. ഒരു പാൻ അടുപ്പത്തേക്ക് വെച്ചിട്ടുണ്ട്. ഇതിലൊരു 2 ടീസ്പൂൺ കണക്കാക്കി എണ്ണ ഒഴിച്ചു കൊടുക്കുക കേട്ടോ. എണ്ണ ഒഴിച്ചിട്ട് മൊത്തം ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുക. ലോ ഫ്ലെയിമിലേ വെക്കാൻ പാടുള്ളൂ കേട്ടോ. സൈഡിലൊക്കെ ഒന്ന് എണ്ണ ശരിക്കും സ്പ്രെഡ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ എണ്ണ ചൂടായിട്ടുണ്ട്. നമ്മൾ ചൂടായ എണ്ണയിലേക്ക് ഇതിലൊരു പകുതി കേട്ടോ, നമ്മൾ ആദ്യം ഉണ്ടാക്കി വെച്ചതിൽ പകുതി. ഇത് പകുതി എന്ന് പറയാൻ കാരണം ഞാനിതിലേക്ക് ചീസ് ഇടുന്നുണ്ട്. സോ അതുകൊണ്ട് പകുതി മാത്രം ആദ്യം. നിങ്ങൾ ചീസ് ഇടുന്നില്ല എങ്കിൽ ഫുൾ ആദ്യമേ ഒഴിച്ചു കൊടുക്കുക കേട്ടോ. നിങ്ങൾക്ക് എന്ത് തരം ചീസും ഉപയോഗിക്കാം. എൻ്റെ കയ്യിൽ ഇപ്പോൾ ഉള്ളത് ചീസ് സ്ലൈസാണ് കേട്ടോ. ഞാനൊരു 3 ചീസ് സ്ലൈസ് ഇതിലേക്ക് വെച്ച് കൊടുക്കുക. ചീസ് ഓപ്ഷണലാണേ, ഉള്ളതുകൊണ്ട് ഞാൻ വെച്ചത്. പക്ഷേ ഭയങ്കര ടേസ്റ്റാണ് ചീസ് വെച്ച് കഴിയുമ്പോൾ. എന്നിട്ട് ബാക്കി ഇതിൻ്റെ പുറത്തേക്ക് ഇടിച്ചു കൊടുക്കുക. നല്ല ലോ ഫ്ലെയിമിൽ ചെയ്യുക കേട്ടോ. എന്നിട്ട് ഇത് അടച്ചിട്ട് ഒരു 5 മിനിറ്റ് വേവാൻ വയ്ക്കുക. വലിയ ശരിക്കും ലോ ഫ്ലെയിമിൽ വെക്കാൻ പാടുള്ളൂ കേട്ടോ, അല്ലെങ്കിൽ കരിഞ്ഞു പോവും. 5 മിനിറ്റ് വേവട്ടെ. ഓക്കെ. അപ്പോൾ നമ്മുടെ ഓംലെറ്റിൻ്റെ ഒരു വശം ഒരു 5 മിനിറ്റോളം വെന്തിട്ടുണ്ട്. നമുക്കിത് മറിച്ചിടണം. മറിച്ചിടുമ്പോൾ ഞാൻ തീ ഒന്ന് ഓഫ് ചെയ്യാം കേട്ടോ. ഫ്ലെയിം ഓഫ് ചെയ്തിട്ട് ഒരു പാത്രം ഇതിൻ്റെ പുറത്തേക്ക് ഇങ്ങനെ കമഴ്ത്തി കൊടുക്കുക. കമഴ്ത്തിയിട്ട് ഇങ്ങനെ എടുത്ത് മറിക്കുക കേട്ടോ. യെസ്, കണ്ടോ. അപ്പോൾ നീ ഇതിനൊക്കെ ഇങ്ങോട്ട് കൊടുക്കുക. അടിപൊളി. അപ്പം ഞാൻ ഫ്ലെയിം ഒന്നും കൂടെ വെച്ച് കൊടുക്കുകയാണ്. നേരത്തെ കയ്യിലാകാതിരിക്കാൻ ഓഫ് ചെയ്ത്. ഇനിയും നല്ല ലോ ഫ്ലെയിമിൽ തന്നെ ആക്കിയിട്ട് ഒരു 5 മിനിറ്റ് ഇനിയും വേവിക്കുക. ഓക്കെ. അപ്പോൾ നമ്മുടെ സ്പാനിഷ് ഓംലെറ്റ് അല്ലെങ്കിൽ സ്പാനിഷ് ടൗട്ടില്ല ദേ 2 സൈഡും 5 മിനിറ്റ് വീതം നന്നായിട്ട് വെന്തിട്ടുണ്ട്. ഞാനൊരു പാത്രത്തിലേക്ക് മാറ്റാൻ നോക്കുകയാണ്. ഫ്ലെയിം ഒന്ന് ഓഫ് ചെയ്യട്ടെ. അപ്പോൾ നമ്മളിത് ഒരു പാത്രത്തിലേക്ക് മാറ്റിയെടുത്തിട്ടുണ്ട്.
അപ്പോൾ നമ്മുടെ ഓംലെറ്റ് റെഡിയാണ്. നമുക്കിനി ഇതൊന്ന് കട്ട് ചെയ്ത് നോക്കാം എങ്ങനെയുണ്ടെന്ന് കേട്ടോ. യെസ്, അടിപൊളി. ചീസൊക്കെ നന്നായിട്ട് ഉരുകി കണ്ടോ, ഉള്ളിലൊക്കെ നന്നായിട്ട് വെന്തിട്ടുണ്ട്. കണ്ടാൽ തന്നെ അറിയാം ഭയങ്കര യമ്മി ആയിരിക്കും. എല്ലാവരും ഉറപ്പായിട്ടും ട്രൈ ചെയ്യുക. വളരെ ഈസിയാണ്, വളരെ വെറൈറ്റിയാണ്. ഈ റെസിപ്പി എല്ലാവർക്കും ഇഷ്ടമായെങ്കിൽ ഇതുവരെയും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് എൻ്റെ വീഡിയോ കാണുന്നതെങ്കിൽ ഉറപ്പായിട്ടും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. സോ മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണുന്നവരെ ബൈ ഫ്രം സജീസ് ഇന്നോവേഷൻസ്.